ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ പേജ് നമ്പർ 88 വരുന്ന ചോദ്യങ്ങളാണ് ചെയ്തത്. ഇനി പേജ് നമ്പർ 89 ഡിവിഷൻ അഥവാ ഹരണം എന്ന ഭാഗത്തിലേക്ക് കടക്കാം. ഹരണം ഡിവിഷൻ എന്ന ഭാഗമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യം നമുക്ക് കുറച്ച് ഇക്വേഷൻസ് രീതിയിലാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നമുക്കറിയാം 3 × 2 എത്രയാണ്? 6. അതിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 6/2 എത്രയാണ്? 3. അല്ലെങ്കിൽ 6/3 2 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം √x × √y ഗുണിച്ച് നമുക്ക് എന്താ കിട്ടുക? √z ആണ് കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ √z/√x √z/√x =√y. ഇനി അടുത്തത് √z/√y =√x. നമ്മൾ ഏതൊക്കെ പഠിച്ചത്? √x × √y =√z, √y/√x =√y, √z/√y =√x എന്ന് പഠിച്ച്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു നോക്കാം. എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിളായിട്ട് ഞാൻ എഴുതുന്നത് √2 × √5. നമുക്ക് എഴുതാം √2 × √5 എന്താണ്? √10 ആണ്. ഇത് √x √y √z ഈ രൂപത്തിലാണ്. നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക? അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഇക്വേഷൻ? എന്താ പറഞ്ഞത്? ആ ഇക്വേഷൻ പറഞ്ഞത് √x × √y =√z ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √10/√2 √z/√x =√y, √z/√x ഇത് രണ്ടാണ്. √10/√2 =√5. ഇക്വേഷൻ രൂപത്തിലാണെങ്കിൽ √z/√x =√y എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുക? √10/√5 √2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതായത് √z/√y =√x. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ്റെ 3 എക്സാമ്പിളുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യാം, കാണിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയാനുള്ളത് √x/y √x/√y. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? √x √x/y √x/y √x/√y എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയുക? എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ് √5/2 എന്ന് എഴുതി. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? √5/√2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതാണ് മറ്റൊരു ഇക്വേഷൻ പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മറ്റൊരു ഇക്വേഷൻ നോക്കാം. 1/√x √1/x x/x² √x/√x² നമുക്ക് എന്ത് ചെയ്യാം? കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവും. ഇനി നമുക്ക് പേജ് നമ്പർ 91 1ാം ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1.
അതായത് ആദ്യം √2 + 1 × √2 - 1 എന്താന്ന് പ്രൂവ് ചെയ്യണം? 1 ആന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂ 2 ഡെസിമൽ പോയിന്റ് വരെ എന്ത് ചെയ്യാനാണ്? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ വരുന്ന ഭാഗം. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. നമുക്കറിയാം √x + y = √x - √y = x² + y² ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ഉള്ളിലേക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. √x + y × x - y = x² പ്ലസ് അല്ല -y² ആണ്. മൈനസ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനുള്ളിലേക്ക് ഗുണിക്കുക. അതായത് √x √2 + 1 × √2 - 1 = √2 സ്ക്വയർ √2 × √2 സ്ക്വയർ പ്ലസ് √2 × √2 ഇനി √2 × -1 -√2 പ്ലസ് 1 × √2 പ്ലസ് √2 പ്ലസ് ഇൻറ്റു മൈനസ് -1 സ്ക്വയർ √2ൻ്റെ സ്ക്വയർ √2 × √2 2 മൈനസ് എന്ത് ചെയ്യുക? ഇവിടെ -√2 ഇവിടെ പ്ലസ് √2 ആണ്. എന്ത് ചെയ്ത് ക്യാൻസലായി. ബാക്കി 1² 1 2 - 1 1. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്തപ്പോൾ √2 + 1 × √2 - 1 എന്താണ് കിട്ടിയത്? 1 എന്ന് ഉത്തരം കിട്ടി. ഇതാണ് ഫസ്റ്റ് ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 1/, അതായത് 1/√2 - 1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡെസിമൽ 2 ദശാംശം വരെ കണക്കാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/√2 - 1 അപ് ടു 2 ഡെസിമൽ പോയിന്റ് വരെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണ്? √2 - 1 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? ഇവിടെ മൈനസ് ആണെങ്കിൽ അതിൻ്റെ പ്ലസ് റെസിപ്രോക്കൽ അതിൻ്റെ വിപരീതം എടുക്കുക, കോൺജുഗേറ്റ്. അതായത് ഇവിടെ മൈനസ് ആണ്. മൈനസ് ആകുമ്പോൾ ഇതേ സംഖ്യ ഡിനോമിനേറ്ററിൽ എന്താണോ ഒക്കെ എടുക്കുന്നത് അത് എന്താക്കിയിട്ട് എഴുതുക? പ്ലസ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും ആ വാല്യൂ ആയിട്ട് ഗുണിക്കുക. അപ്പോൾ √2 + 1 √2 + 1. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ്, പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ആയിട്ട് ഗുണിക്കുക. ഇനി 1 × √2 + 1 √2 + 1 ഇനി √2 - 1 × √2 + 1 അതാണ് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തത്. എത്രയാണ്? 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഗുണിക്കേണ്ടത് രണ്ടും. √2 - 1 × √2 + 1 = √2 + 1/1. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സംഖ്യനെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം തന്നെ കിട്ടും. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414 + 1. അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുക? 1 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2. അപ്പോൾ 2.414. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഡെസിമൽ വരെ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2.41 ഇതാണ് ഉത്തരം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ √2 - 1 √2 + 1 ഉണ്ട്. അതിൻ്റെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് മെയിൻ ക്വസ്റ്റ്യനിൽ 1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഉത്തരത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/√2 + 1. ഇതാ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √2 - 1/√2 - 1. പ്ലസ് ആവുമ്പോൾ മൈനസ് എടുക്കുക, മൈനസ് ആവുമ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് എടുക്കുക.
ഈക്വൽ ടു 1 ഇൻറ്റു √2 - 1 എന്താണ് √2 - 1 ബൈ രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം എന്നറിയാം 1 ആണ് ഉത്തരം എന്നറിയാം ഈക്വൽ ടു √2 - 1 ഈക്വൽ ടു √2ൻ്റെ വാല്യൂ 1.414 - 1 1 - 1 എന്താണ് 0 ചെയ്ത് നോക്കണ്ട നമുക്ക് വേഗം ചെയ്യാൻ പറ്റും ഈ രണ്ട് പാർട്ട് എടുക്കുക അതിൽ 1 - 1 എന്താണ് 0 ആണ് അപ്പോൾ 0.414 എന്ന് കിട്ടും നമ്മളോട് 2 ഡെസിമൽ വരെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈക്വൽ ടു 0.141 എന്ന് ഉത്തരം കിട്ടും ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്ത് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റിൽ 2 ചോദ്യങ്ങളായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഷോൺ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ താഴെ കൊടുത്തിരിക്കുന്ന സൈഡിൽ ഈക്വൽ ട്രയാങ്കിളിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഈക്വൽ ട്രയാങ്കിൾ ഷോൺ ബിലോ ആൻഡ് കറക്റ്റ് ഡെസിമൽ താഴെ കൊടുത്തിരിക്കുന്ന ഈക്വൽ ട്രയാങ്കിളുടെ വശങ്ങൾ കണ്ടെത്തിയിട്ട് മില്ലിമീറ്റർ വരെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതൊന്ന് എന്ത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കാം ഞാൻ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യമാണ് അതായത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സമഭുജ ത്രികോണം വരച്ച് വെക്കുക അതിൽ നമ്മളോട് ചിത്രത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് 4 സെൻറ്റിമീറ്റർ അപ്പോൾ ഇതൊന്ന് ഈക്വലായിട്ട് എന്ത് ചെയ്യും ഇതിന് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടുത്തെ ലെങ്ത്ത് എക്സ് എന്നെടുത്താൽ ഇവിടെ എന്തായാലും ഇവിടെ മൊത്തം ഇവിടെയും ഇതാ ഈ ലെങ്ത്ത് ഞാൻ എക്സ് രണ്ടും ഈക്വലായി ഡിവൈഡ് ചെയ്യണത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ആണെങ്കിൽ ഇവിടേക്ക് എന്തായിരിക്കും എക്സ് അപ്പോൾ ടോട്ടൽ എത്രയായി 2x ഈ വശം എന്താ ഈക്വൽ ട്രയാങ്കിൾ ആണ് എല്ലാ വശവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ എല്ലാ സൈഡും നമുക്ക് എന്തത് കിട്ടി 2x എന്ന് കിട്ടി അപ്പം നമുക്ക് ഇതിനുള്ളിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് എങ്കിൽ ഞാൻ ഈ പേര് കൊടുക്കാം ABC എന്ന് പേര് കൊടുത്താൽ ഇവിടെ D എന്ന് കൊടുത്ത് അപ്പം ഞാൻ ഒരു ഭാഗം എടുക്കുകയാണ് ABD ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ റൈറ്റ് ട്രയാങ്കിൾ ഞാൻ സെലക്ട് ചെയ്ത് നമുക്ക് ഈ വശം എക്സ് ഇത് 2x ആണ് കിട്ടി അപ്പോൾ നമുക്ക് എന്താ സൈഡ് കണ്ടെത്തിയിട്ട് വേണം എന്ത് കണ്ടെത്താൻ ഇതിൻ്റെ ലെങ്ത്തുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം ഒരു ഈക്വൽ ട്രയാങ്കിളാണ് നമുക്ക് ഇക്വേഷൻ എഴുതാം ഹൈപ്പോന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാം കർണം എത്രയാണ് 2x സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ലംബം ലംബം എന്ന് പറഞ്ഞാൽ AD എത്രയാണ് 4 സ്ക്വയർ 2x സ്ക്വയർ പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ 4 × 4 16 എന്ന് കിട്ടി ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -4x സ്ക്വയർ - x സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടി ഇനി 4x സ്ക്വയർ - x സ്ക്വയർ 16 4x സ്ക്വയർ എന്നൊരു എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി 3x സ്ക്വയർ സമം 16 ഇനി ഇൻറ്റു 3 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16/3 എക്സ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് 16/3 16/3 സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എക്സ് ഈക്വൽ ടു റൂട്ട് 16/3 റൂട്ട് 16 എത്രയാണ് 4 അപ്പോൾ 4/√3 എന്ന് എക്സ് കിട്ടി അപ്പോൾ നമുക്ക് ഈ ഒരു വശം അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ വശം കിട്ടി എത്രയാണ് എക്സ് 4/√3 എന്ന് ഉത്തരം കിട്ടി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം ഇതിൽ ഈ ഡിനോമിനേറ്ററിൽ എന്താണ് √3 ആണ്
അപ്പോൾ ഈ √3 കളയാൻ വേണ്ടിയിട്ട് വെറും ഒരു എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ 4/√3 ഈ 4/√3 4/√3 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ √3 അപ്പോൾ √3 കളയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിനെ ഒരു √3/√3 ചെയ്യുക. അതായത് ഈ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്ന ഈ √3 കളയാൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും √3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 × √3 4 × √3 4 × √3 ബൈ √3 × √3 എത്രയാണ്? √3 × √3 3 √4 × √4 4 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 4 × 1.732 ബൈ 3 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എന്ത് ഈ രണ്ടും തമ്മിൽ ഗുണിച്ചിട്ട് 3 എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 1.732 ഗുണിക്കണം 4 2 4 8 3 4 12 2 ബാക്കി 1 7 4 28 1 29 9 ബാക്കി 2 ഒരു 4 4 4 2 6 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഉത്തരം 6.928/3 ഉത്തരം കിട്ടും. അപ്പം എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഉത്തരമായി. ഹരിച്ചു നോക്കാം. 6.928 ഹരിക്കണം 3 പോയിന്റ് ഇല്ലാണ്ട് ഹരിക്കുക ആദ്യം. ഒരു 3 2 3 6 0 9 3 3 9 0 2 ഇനി എന്ത് ചെയ്യുക? 2 പോണില്ല. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി ചെയ്യുക. ഇവിടെ 0 ഇടുക. ഇവിടെ ഇനി 8 ഇറക്കിടുക. ഇനി 3 3 9 3 9 27 എന്ന് വരും. 27 കഴിഞ്ഞ് ബാക്കി 1. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടാൻ പഠിക്കുന്നത്? 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക ഉത്തരത്തിൽ. പോയിന്റ് ഇടുന്ന സമയത്ത് 2 3 0 9 3 സ്ഥാനം കഴിഞ്ഞ് ബാക്കിൽ നിന്ന് പോയിന്റ് ഇടുമ്പോൾ 10 100 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. അപ്പോൾ 2.309. അപ്പോൾ സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മായ്ച്ചിട്ട് ബാക്കി പറയാം. നമുക്ക് കിട്ടി എക്സ് കിട്ടി. എക്സ് എത്രയാണ്? 2.039. എക്സ് ഈക്വൽ ടു 2.309. നമുക്ക് ഈക്വൽ ട്രയാങ്കിളിലെ സൈഡുകൾ എന്തായിരുന്നു? 2x ആയിരുന്നു. അപ്പോൾ സൈഡ്സ് അല്ലെങ്കിൽ വശം 2x ഈക്വൽ ടു 2 × 2.309. അപ്പോൾ ഗുണിച്ച് നോക്കാം. 2.309 ഇൻറ്റു 2 2 9 18 8 ബാക്കി 1 0 × 2 0 + 1 1 3 2 6 2 2 4 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. അപ്പോൾ 4.618. ഇതായിരിക്കും ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓരോ വശം എത്രയായിരിക്കും? 4.618 ആയിരിക്കും. കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഓരോ സൈഡും 2x ആണ് നമ്മൾ എടുത്തു. അപ്പോൾ ഓരോ സൈഡ് എത്ര സെൻറ്റിമീറ്റർ വീതമായിരിക്കും? 4.618 സെൻറ്റിമീറ്റർ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? സോൾവ് ചെയ്യാനുള്ളത്. ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആർ ഈക്വൽ ടു ട്രയാങ്കിൾ. അതായത് ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ, ഈ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ട്രയാങ്കിൾസും സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ. അതായത് ഈ വലിയ സമചതുരത്തിനുള്ളിൽ ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വലിയ സ്ക്വയറിൻ്റെ ഈ വശവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്.
അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് പറഞ്ഞുതരാം. ഇതാണ് റെഡ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ആ റെഡ് ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ റെഡ് ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് ആ റെഡ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഈക്വലായിട്ട് ട്രയാങ്കിളാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഹൈറ്റ് മാർക്ക് ചെയ്ത്. അപ്പോൾ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. അപ്പോൾ ഇത് മൊത്തം എത്രയായി, ഇവിടെ 2x ഇവിടെയും എത്രയായി 2x ആയി. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതാ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കണം, നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ ഈ ഹൈറ്റ് തന്നെയായിരിക്കും ഇത്രയുമുള്ള ഭാഗം. ഈ ഹൈറ്റ് ഇവിടുത്തെ ഈ ഇത്രയും ഭാഗത്തെ ഹൈറ്റ് ആയിരിക്കും ഈ ഭാഗത്തെ ഹൈറ്റ്. ഓക്കെ, ഇനി ഇവിടെ എത്രയാണ് 2x, അത് തന്നെയായിരിക്കും. ഈ ബേസ് 2x ആണ്. അപ്പോൾ ഇത് ഈ മേലത്തെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയായി 2x ആയി. അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി ഇവിടെയും കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് എത്രയാണോ ഉണ്ടാവുക അത് തന്നെയായിരിക്കും ഈ വലിയ സ്ക്വയറിൻ്റെ, ഈ ഹൈറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും ആ വലിയ സ്ക്വയറിൻ്റെ ഇത്രയും ഭാഗത്ത് ഉണ്ടാവും നീളം. അപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി. പിന്നെ നമുക്ക് മുകളിൽ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് ചതുരം വരുന്നത്. ഈ ഭാഗം നമുക്കിവിടെ ഈക്വൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് 2x ആണെന്ന് അറിയാം. നമുക്ക് ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡും കിട്ടും അല്ലേ. ഈ ഹൈറ്റ് തന്നെ ഇരിക്കും ഇത്രയും ഭാഗത്ത് ഉണ്ടാവുന്ന ത്രികോണത്തിൻ്റെ ഉയരും. എന്താ പറഞ്ഞത്, ഇതാ ഇവിടുത്തെ ഹൈറ്റ് തന്നെ ആയിരിക്കും മുകളിലത്തെ ഈക്വൽ ട്രയാങ്കിളിനും. അപ്പോൾ ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും മുകളിലുണ്ടാവുക. നമുക്ക് ഇവിടുത്തെയും കിട്ടും ഇവിടുത്തെയും കിട്ടും മൊത്തം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഈ മൊത്തം ഇവിടുന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് ഈ മുകളിലത്തെ 2x എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഈ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡുമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചിത്രം ഒപ്പം വെക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷൻ എന്ത് ചെയ്യാം, എഴുതാം. ഇക്വേഷൻ എന്താണ്, ഇത് റൈറ്റ് ട്രയാങ്കിളാണ്, ഇതെന്താണ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. നമുക്ക് ഇവിടുത്തെ പാദം എത്രയാണെന്ന് അറിയാം, എക്സ്. ഇനി ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എത്രയെന്ന് അറിയാം, 2x. നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിനി ഇതിന്ന് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, അഥവാ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, 2x. ബേസ് ഈ സൈഡ് ഈ റൈറ്റ് ട്രയാങ്കിൾ മാത്രം എടുക്കുക, എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് ബേസ് എക്സ് സ്ക്വയർ. 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ലംബം സ്ക്വയർ കിട്ടി 2x സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2x സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 4x സ്ക്വയർ എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി 3x സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് ഉയരം ഈക്വൽ ടു എന്ത്, √3x സ്ക്വയർ. ഇനി ഈ സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് എഴുതാം. നമുക്കിപ്പോൾ കിട്ടിയത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ
ഈക്വൽ ടു 3x² ആണ്. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരമാണ്, ലംബമാണ് വേണ്ടത്. സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? റൂട്ട്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം ഈക്വൽ ടു സ്ക്വയർ പോകുമ്പോൾ എന്തായി? റൂട്ട്. അപ്പോൾ റൂട്ട് 3x². ഇതാണ് നമുക്ക് എത്ര വരിക? ഹൈറ്റ്. ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ് ഈ ത്രികോണത്തിൻ്റെ എന്ത്? ഹൈറ്റ്. റൂട്ട് 3x² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി? ഹൈറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ റൂട്ട് 3x² ആണ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും? റൂട്ട് 3x² ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റൂട്ട് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് x². റൂട്ട് x² എന്താ? എക്സ് ഇൻറ്റു എക്സ് ആണ് x². എക്സ് ഇൻറ്റു എക്സ് ആണ് x². നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 3x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? റൂട്ട് 3x. ഈ ഭാഗം എത്രയാണ്? റൂട്ട് 3x. ഇത് മൊത്തം എത്രയാണ്? ഈ ഭാഗം 2x. അപ്പോൾ നമുക്ക് വലിയ സ്ക്വയറിൻ്റെ ലെങ്ത്ത് കിട്ടി. എത്രയാണ്? ഇതാ ഈ വലിയ സ്ക്വയർ, ഈ മൊത്തം 2x, റൂട്ട് 3x, ഇവിടെയും റൂട്ട് 3x. നമുക്ക് ഈ ചെറിയ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഈ റൂട്ട് 3xും ഈ റൂട്ട് 3xും റൂട്ട് 3xും തമ്മിൽ കൂട്ടുക. അതിൽ നിന്ന് ഈ 2x എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം വലിയ സ്ക്വയറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? സൈഡ് ഓഫ് ദി ലാർജ് സ്ക്വയർ. സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ. വലിയ സമചതുരത്തിൻ്റെ നീളം സമം റൂട്ട് 3x പ്ലസ് റൂട്ട് 3x പ്ലസ് 2x. റൂട്ട് 3x കൂടെ റൂട്ട് 3x കൂട്ടിക്കഴിഞ്ഞാൽ 2 റൂട്ട് 3x. ഒരെണ്ണത്ത് കൂടെ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 2 റൂട്ട് 3x പ്ലസ് 2x എന്ന് കിട്ടി. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യേണ്ടി വരിക? ഈ രണ്ടെണ്ണത്തിലും ആര് കോമൺ ആണ്? 2 കോമൺ ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ 2ന് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്തു? ഈക്വൽ ടു 2 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു ഈ 2ഉം ഇപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ആരുണ്ടാവുക? റൂട്ട് 3x പ്ലസ് റൂട്ട് 3x പ്ലസ്. അപ്പോൾ ഇവിടെ x ഉണ്ട്, ഇവിടെ എന്തുണ്ട്? x ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിൽ നിന്നും ആ എക്സിന് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ 2xും 2xും പുറത്തേക്ക് എടുത്ത് 2x ഇൻറ്റു ഈ 2x പുറത്തേക്ക് പോയാൽ ബാക്കി റൂട്ട് 3 പ്ലസ് ഈ 2x പുറത്തേക്ക് പോയാൽ ആരുണ്ടാവുക? പിന്നെ 0 ആണോ? അല്ല, 1. അപ്പോൾ നമുക്ക് വലിയ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടി. എത്രയാണ്? 2x പ്ലസ് റൂട്ട് 3 പ്ലസ് 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത് വലുതിൻ്റെയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചെറിയ സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കണം. ആ ചെറിയ സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഞാൻ ചെറിയ സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് 3x അല്ലേ? അപ്പോൾ ഈ റൂട്ട് 3x ഈ റൂട്ട് 3x തമ്മിൽ കൂട്ടിയിട്ട് ഈ ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അത് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വഴി എഴുതാം. ആദ്യം എന്തെഴുതുക? ചെറിയ സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ. ഉള്ളിലെ സമചതുരത്തിൻ്റെ നീളം. ഇതാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വഴി എഴുതുക. വഴി എഴുതിയതിന് ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ. എന്ത് എഴുതേണ്ടത്? സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ. ഉള്ളിലെ സമചതുരത്തിൻ്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം റൂട്ട് 3xും
റൂട്ട് 3x തമ്മിൽ കൂട്ടുക. അതിൽ നിന്ന് ഈ 2x എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. റൂട്ട് 3x കൂട്ടിയിട്ട് അതിൽ നിന്ന് 2x മൈനസ് ചെയ്യുക ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും നോക്കണം. അപ്പോൾ റൂട്ട് 3x തമ്മിൽ കൂട്ടിയ 2 റൂട്ട് 3x മൈനസ് 2x, രണ്ടിലും 2x കോമൺ ആണ്. അപ്പോൾ 2x മൈനസ് ഇവിടെ 2x പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ ഉണ്ടാവുക റൂട്ട് 3 മൈനസ് ഈ 2x പുറത്തേക്ക് പോയ ബാക്കി 1. അപ്പോൾ നമുക്ക് ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടി. എത്രയാണ് ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ചെറിയ സമചതുരത്തിൻ്റെ വശം 2x മൈനസ് 2x ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എഴുതാം. അപ്പം അംശബന്ധം എഴുതാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം റേഷ്യോ ഈക്വൽ ടു വലിയ സൈഡിൻ്റെ എന്താ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 2 ഇൻറ്റു 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3 1 പ്ലസ് റൂട്ട് 3 2 ചെറിയ സൈഡ് എന്താ കിട്ടിയത് ഇപ്പോൾ 2x ഇൻറ്റു റൂട്ട് 3 മൈനസ് 1. രണ്ട് സൈഡിലും 2x കോമൺ ആണ്. അപ്പോൾ നമുക്കിത് വെട്ടിക്കളയാം. ബാക്കി 1 പ്ലസ് റൂട്ട് 3 ടു റൂട്ട് 3 മൈനസ് 1. ഇതായിരിക്കും ചെറിയ സൈഡും വലിയ സൈഡും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഈ ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ചെറിയ സൈഡും വലിയ സൈഡും തമ്മിലുള്ള അംശബന്ധം നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 ഈക്വൽ ടു 2 റൂട്ട് 2/3. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 3/8 ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് 3/8. ഇതുപോലെ വേറെ നമ്പേഴ്സ് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കാനാണ് നിങ്ങളോട് പറയണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തിൽ റൂട്ട് ഓഫ് 2/3 ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് കിട്ടുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് 2/3 ഈക്വൽ ടു, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 3 6, 6 പ്ലസ് 2 8, 2 ഇൻറ്റു 3 6, 6 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 8/3 അതുപോലെ എഴുതി. എന്ത് ചെയ്യുക, ഈ റൂട്ട് 8 നമുക്ക് റൂട്ട് 4 ഇൻറ്റു 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും /3. ഒരെണ്ണം റൂട്ടുള്ളതും ഒരെണ്ണം റൂട്ട് വരാത്തതും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ചെയ്യുക, റൂട്ട് 4ഉം റൂട്ട് 2ഉം റൂട്ട് 2 എല്ലാ നമ്പേഴ്സിനും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക /√3. ഈ റൂട്ട് എല്ലാത്തിനും ബാധകമാണ്. ഈക്വൽ ടു റൂട്ട് 4 എത്രയാണ് 2. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 2 /√3 എന്ന് കിട്ടി. എന്ത് ചെയ്യുക, ഈ റൂട്ടിൽ ഇതാ ഇവിടെ റൂട്ടുണ്ട് ഇവിടെ റൂട്ടുണ്ട്, അപ്പോൾ റൂട്ടിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ റൂട്ട് ഓഫ് 2/3 ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 2/3. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇതാണ് നാലാമത്തതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാവരും എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം.
രണ്ടാം ചോദ്യം സെയിം ഇത് തന്നെയാണ്, സംഖ്യ മാത്രമേ എന്തുള്ള വ്യത്യാസമുള്ളൂ. സംഖ്യ എന്താണ്? റൂട്ട് ഓഫ് 3/8 ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് 3/8 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ആദ്യം റൂട്ട് 3/8 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 8 3 24 24 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 24. 3 ഇൻറ്റു 8 24 പ്ലസ് 3 27 27/8 എഴുതി. ഇനി 27 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 3 ഇൻറ്റു 9 27. അപ്പം 3 ഇൻറ്റു 9/√8 ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യുക. റൂട്ട് 3 ഇൻറ്റു √9/√8 എന്ന് കിട്ടി. ഈക്വൽ ടു റൂട്ട് 3 അതുപോലെ എഴുതി. റൂട്ട് 9 എത്രയാണ്? 3/√8 ഈക്വൽ ടു 3 എന്ത് ചെയ്യുക? ഒരു റൂട്ടിലൊക്കെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ 3 ഇൻറ്റു √3/8 എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്ത് രണ്ടാമത്തെ ചോദ്യവും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതുപോലെ മറ്റു കുറച്ച് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. ഇതുപോലെ കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ സംഖ്യ മാറ്റിയാണ് കണ്ടുപിടിക്കാൻ ഇതുപോലത്തെ മറ്റ് എക്സാമ്പിളുകൾ കണ്ടെത്തി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ റൂട്ട് 4/15 ഈക്വൽ ടു 4 ഇൻറ്റു √4/15. അതെങ്ങനെയാണ് സംഖ്യ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2/3 ഇതെങ്ങനെയാണ് വന്നത്? ഒരു എക്സാമ്പിളോട് നോക്കാം. 3/8 നമ്മളെങ്ങനെ എഴുതുക വെച്ചാൽ രണ്ടും തമ്മിൽ ഗുണിച്ച് ആ ഗുണിച്ചതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 2 4. 4 നിന്ന് 1 കുറച്ചാൽ 3. ഇനി വേറെ സംഖ്യ നോക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 3 9. 9 നിന്ന് 1 കുറച്ച് എത്രയായി? 8. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ എടുത്തത് 4 ഇൻറ്റു 4 16. 16 നിന്ന് 1 കുറച്ച് എത്ര കിട്ടി? 15 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 15 60. 60ഉം 4ഉം 64. അപ്പോൾ √64/15 അപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈക്വൽ ടു √64 നമുക്ക് 16 ഇൻറ്റു 4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ബൈ √15. √16 നമുക്ക് എത്രയെന്ന് അറിയാം? 4. √16 നമുക്ക് 4 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി √4 ഇതുപോലെ എഴുതുക. ബൈ √15 ഈക്വൽ ടു 4√4/15 എന്ന് ഉത്തരം കിട്ടും. ഇതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും പല മെത്തേഡുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്ത് നോക്കാം, വേറെ നമ്പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. ഇതാണ് നാലാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി അഞ്ചാം ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാം ചോദ്യം എന്ന് പറഞ്ഞാൽ എമംഗ് ദ പെയർസ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദീസ് ഫോർ വിച്ച് ദ കോഷ്യന്റ് ഓഫ് ദി ഫസ്റ്റ് ബി ദ സെക്കൻഡ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ പരസ്പരം എന്ത് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുമ്പോൾ എണ്ണൽ സംഖ്യയാണോ അതോ ഭിന്നസംഖ്യയാണോ എന്ന് നോക്കണം. അഥവാ നാച്ചുറൽ നമ്പർ ആണോ അഥവാ ഫ്രാക്ഷൻ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൊത്തം 6 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പം അഞ്ചാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം √72 അപ്പോൾ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ √72/√2 72ൻ്റെ പകുതി എന്ത് ചെയ്താൽ മതി, 2ആയിട്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പകുതി കണ്ടുപിടിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ പകുതി എന്ത് ചെയ്യും, 72ൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 72ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36. അപ്പോൾ √36. ഈ റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ റൂട്ടിൽ എഴുതാൻ വേണ്ടി പറ്റും. √72/2. 72ൻ്റെ പകുതി 36. അപ്പോൾ √36.
√36 എത്രയാണ്? 6. അപ്പോൾ ഇതെന്താണ്? എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി പറ്റും. നാച്ചുറൽ നമ്പർ. ഇനി രണ്ടാം ചോദ്യം നോക്കാം. രണ്ടാം ചോദ്യം √27, √3. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? √27/√3. അപ്പോൾ √27/3 ആണെങ്കിൽ 27/3. അപ്പോൾ √27/3. 27/3 3 9 27. 9 = 3. അപ്പോൾ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. എണ്ണൽ സംഖ്യയാണ്. ഞാൻ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എഴുതുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാം ചോദ്യം √125, √50. നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 125/√50 = റൂട്ടിനുള്ളിൽ എഴുതുക. 125/50. എത്ര? 125/50 ചെയ്യുമ്പോൾ നമുക്ക് √125ഉം √50 വേണ്ടത്. നമുക്ക് ചെറുതാക്കി എടുക്കുമ്പോൾ അതിനെ ഏറ്റവും സ്മോളസ്റ്റ് രൂപത്തിലേക്ക് ആക്കുമ്പോൾ 5/2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 5/2 √5/√2 സെപ്പറേറ്റ് ചെയ്യാം. √5/√2. അപ്പോൾ ഇതെന്തല്ല? ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കാൻ പറ്റും. മാക്സിമം എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സാധാ ഹരിക്കുന്നത് പോലെ എന്ത് ചെയ്ത് വേണ്ടി വരും? ഹരിച്ച് നോക്കേണ്ടി വരും. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം നമുക്ക് ഇത് ഞാൻ മുകൾ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? മായ്ക്കുന്നുണ്ട്. നാലാമത്തെ ചോദ്യം 4. മൂന്നാമത്തെ ചെയ്തു. നാലാമത്തെ ചോദ്യം 4 എത്രയാണ്? √10, √2. √10, അപ്പോൾ എങ്ങനെ എഴുതുക? √10/√2 =√10/2. എത്രയാണ്? 10/2 √5. അപ്പോൾ ഇതെന്തല്ല? ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഇപ്പം നമുക്ക് 2 നാച്ചുറൽ നമ്പേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 4 കഴിഞ്ഞാൽ അഞ്ചാമത്തത് √20, √5 റൂട്ട് സെപ്പറേറ്റ് ചെയ്യുക. √20/5 ഡിവൈഡ് ചെയ്ത് ഒറ്റ റൂട്ടിൽ എഴുതി. √20/5. 20/5 എത്രയാണ്? √4. √4 എത്രയാണ്? 2. √2 ഉത്തരം കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഒരു എണ്ണൽ സംഖ്യയാണ് അഥവാ നാച്ചുറൽ നമ്പർ ആണ്. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം √18, √8. അപ്പോൾ എന്ത് ചെയ്യുക? ഹരിക്കുക. √18/8 √8. √18/8 സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് √18/8 നമുക്ക് ഹരിക്കുന്ന സമയത്ത് √18 എങ്ങനെ എന്താ പറ്റും? 9 × 2 18 √4 × 2 8 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ √9 × √2. അപ്പോൾ √9 × √2. √9 × √4 × √2. നമ്മൾ എന്ത് ചെയ്യുക? ചെറുതാക്കി എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കുക. ഈ √2 ഈ √2 എന്ത് ചെയ്ത്? വെട്ടിപ്പോയി. നമുക്ക് ബാക്കി എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ബാക്കി എന്താ വരിക? √9/4. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √9 പറഞ്ഞാൽ 3. അപ്പോൾ 3/4. ഇതെന്താണ്? നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഭിന്നസംഖ്യയാണ് അഥവാ ഫ്രാക്ഷൻ. നമ്മുടെ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ ആകെ 5 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. 5 ചോദ്യം എന്തിട്ടുണ്ട്? ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ½ × b × h. 3 വശങ്ങൾ മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക?
അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.